ഇന്ന് എങ്ങനെ ആൽബം കാർട്ട് ആഡ് ചെയ്യുന്നതെന്നും ഇമേജസ് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ചെയ്യാമെന്നും നോക്കാം. ഫസ്റ്റ് ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ആൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ആൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നമുക്ക് രണ്ട് രീതിയിൽ കാർഡ് ആഡ് ചെയ്യാം. ഒന്ന്, ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വെഡ്ഡിങ്, റിസപ്ഷൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്യാം. ഇല്ല ഇപ്പോൾ ഒരു നൂലുകെട്ട് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിലും നമുക്ക് കാർഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സിംഗിൾ ആൽബം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ആഡ് ആൽബം എടുക്കുക. അതിനകത്ത് സ്റ്റാൻഡ് അലോൺ ആൽബം എടുക്കുക. ഇപ്പോൾ ഞാൻ വെഡ്ഡിങ് ആണ് എടുത്തത്. ഇപ്പോൾ വെഡ്ഡിങ് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് നെയിം കൊടുക്കുക. ഗ്രൂമിൻ്റെ നെയിം, ബ്രൈഡിൻ്റെ നെയിം, ഡേറ്റ്, പാസ്വേഡ്, പിന്നെ കവർ ഫോട്ടോ, ക്രിയേറ്റ് കൊടുക്കുക. കാർഡ് ആയിട്ടുണ്ട്, കണ്ടോ. ഇത് ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റ് പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ആൽബം വന്നിട്ടുണ്ട്. ഇത് ഇനി ഇതിനകത്തോട്ട് എങ്ങനെ ഇമേജസ് ഇമ്പോർട്ടൻ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം സെറ്റിങ്സിലോട്ട് കയറുക. ഇതാണ് സെറ്റിങ്സ്. ഇവിടെയാണ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഇമേജസ് ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത ഗൂഗിൾ ഡ്രൈവ് അതേ അക്കൗണ്ടിൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തോട്ട് ഇമേജസ് ഇമ്പോർട്ടൻ്റ് ചെയ്യുക. അതിനുശേഷം ഈ URLൻ്റെ കോപ്പിയിൽ നിന്നും ഇത്ര ഭാഗം മാത്രം കോപ്പി ചെയ്യുക. ഇത്ര ഭാഗം കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സിങ്ക് ഫോട്ടോസ് കൊടുക്കുമ്പോൾ ആ ഫോട്ടോസ് ഇതിനകത്തോട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ നിന്നിപ്പോൾ കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇത്ര പടം മാത്രമേ വരത്തുള്ളൂ. ഈ ഫോൾഡർ സിങ്ക് ആവത്തില്ല. അപ്പം നമുക്ക് ഈ ഫോൾഡർ സിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് അതിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ സിങ്ക് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ, റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജസ് കാണാൻ പറ്റും. കണ്ടോ. ഇതാണ് ഒരു രീതി. അടുത്തത്, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ്, അതായത് വെഡ്ഡിങ്, എൻഗേജ്മെൻറ്റ്, റിസപ്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ന്യൂ ക്ലയൻറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അവിടെ സെയിം ഫോളോ അപ്പ് തന്നെയാണ്. ബ്രൈഡിൻ്റെ നെയിം, ഡേറ്റ്, പാസ്വേഡ്, കവർ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പോൾ കാർഡ് നമുക്ക് ആഡായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇതുപോലെ ഇതിനകത്തോട്ട് ആൽബം ആഡ് ചെയ്യണം. ആഡ് ആൽബം കൊടുക്കുക. ഇപ്പം നമ്മൾ ഏത് നെയിമാണ് കൊടുത്താൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചത്. അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്യുക. വെഡ്ഡിങ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. പാസ്വേഡ് കൊടുക്കണമെന്നില്ല. നമ്മൾ ഗാലറിക്ക് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അത് ആഡായിട്ടുണ്ട്. സോറി, ഞാനിത് കവർ ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കവർ ഫോട്ടോ ആഡ് ചെയ്യാം.
നേരത്തെ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് വീണ്ടും കവർ ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇമേജ് സിങ്ക് ചെയ്യണതും അതുപോലെ തന്നെയാണ്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. സിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇനി ഇതിനകത്ത് അടുത്തത് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ റിസപ്ഷൻ എടുത്തു. സെയിം അതിനും ഡേറ്റും സെലക്ട് ചെയ്യാം. പാസ്വേഡ് വേണമെന്നില്ല. കവർ ഫോട്ടോ സെലക്ട് ചെയ്യാം. നമുക്ക് ഇനി ഒന്നും കൂടെ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ പ്രീ വെഡ്ഡിങ് ആഡ് ചെയ്യാം. ഡേറ്റ് സെലക്ട് ചെയ്യാം. കവർ ഫോട്ടോ ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇമേജസ് ഇമ്പോർട്ടൻ്റ് ചെയ്തില്ല. നോക്കട്ടെ, നമുക്ക് വേറെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതിനകത്തും നമുക്ക് ഇത് കൊടുക്കാം. ഇതിപ്പോൾ ഒരാൾക്കുള്ളതാണ്. നമുക്ക് 3 ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. ഇതിൻ്റെ നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക. ഇത് 3 കാണിക്കുന്നുണ്ട് കാർട്ട്. ഓക്കെ, താങ്ക് യു.